ഏതു ഭാഷയിലെ സിനിമയ്ക്കും ഏതു ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമയ്ക്കും സാമാന്യമായ ഒന്നുണ്ട്: വാഹനങ്ങളും അവ നിയന്ത്രിക്കുന്ന ഡ്രൈവർമാരും. മലയാള സിനിമ ഓടിത്തുടങ്ങിയ കാലം തൊട്ട് വാഹന വകുപ്പ് ഒപ്പമുണ്ട്. മിടുക്കന്മാരായ നിരവധി ഡ്രൈവർമാരുടെ അർപ്പണത്തിന്റെ കഥകൾ സിനിമയ്ക്കുള്ളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരള സിനി ഡ്രൈവേഴ്സ് യൂണിയൻ, ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ എറണാകുളത്തെ ആസാദ് റോഡിലുള്ള ഓഫീസാണിത്. മലയാളത്തിൽ ഈ ഡ്രൈവർ എന്നുള്ള വാക്കിന് വ്യക്തമായി ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ തമാശയായിട്ട് സാരഥി എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സാഹിത്യകാരൻ ശ്രീ എം മുകുന്ദൻ്റെ ഒരു ചെറുകഥയിൽ അതിനൊരു മലയാളം വാക്കുണ്ട്, ചാലകൻ എന്നാണത്. ആ ചെറുകഥയിൽ ഡ്രൈവറെ പറയുന്നത് ചാലകൻ എന്നാണ്. എന്തായാലും ഈ ചാലകരുടെ സംഘടനകളിലേക്ക് നമുക്ക് ചെല്ലാം, അംഗങ്ങളെ പരിചയപ്പെടാം, അവരുടെ പ്രവൃത്തി മേഖല പരിചയപ്പെടാം. ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം, റെജി. ഇദ്ദേഹം എക്സിക്യൂട്ടീവ് മെമ്പറാണ് ജോബി. നമുക്ക് നമ്മളുടെ മേഖലയെക്കുറിച്ച് ആളുകൾക്ക് ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഡ്രൈവേഴ്സും ഒരേ ജോലിയാണല്ലോ ചെയ്യണമെന്നാണ് ആളുകൾ കരുതുന്നത്. പക്ഷേ സിനിമയിൽ ഡ്രൈവേഴ്സിന് വേറെ മറ്റ് മേഖലയിലുള്ള ഡ്രൈവേഴ്സിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? നിങ്ങളുടെ വർക്കിംഗ് സ്പേസിൽ നിങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? അത്തരം കാര്യങ്ങളാണ് നമുക്ക് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഞങ്ങൾ സിനിമ അതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ പടം തീരുന്നത് വരെയും, അത് ഏത് സമയമായിരുന്നാലും, രാത്രി 12 മണിയായിരുന്നാലും വെളുപ്പിന് 3 മണിയായിരുന്നാലും എപ്പോഴായിരുന്നാലും, ആർട്ടിസ്റ്റിനായിരുന്നാലും അതിലുള്ള ടെക്നീഷ്യന്മാരെ എല്ലാവരെയും കൊണ്ടുവിടുന്നതും അവരുടെ ഒരു ഉത്തരവാദിത്വം തന്നെ പറയാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലായിരുന്നാലും അവർ വന്നിറങ്ങുന്ന അതേ സമയത്ത്, എയർപോർട്ടിലായിരുന്നാലും അതേ സമയത്ത് നമ്മൾ പോവുകയും അവരെ പിക്ക് ചെയ്യും, അവരെ സേഫായിട്ട് ഹോട്ടലിൽ എത്തിക്കുക, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന വീടുകളിൽ എവിടെയാണെന്ന് വെച്ച് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ അതിനകത്ത് ക്ലിയർ ആണ് എന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഡ്രൈവർമാർ പോവുള്ളൂ. പക്ഷേ സാധാരണ ഉള്ള ഡ്രൈവർമാർ അങ്ങനെയല്ല. പുറം ജോലിയായിട്ടുള്ള ഡ്രൈവേഴ്സിന് അങ്ങനെയല്ല. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഇത്രയും ഇല്ല. അവർക്ക് അവർ കയറുക, കൊണ്ടുവിടുക, അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ പ്രവൃത്തി സമയം എങ്ങനെയാണ്? നമുക്കങ്ങനെ ഒരു സിനിമ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം മുതൽ അത് പാക്കപ്പ് എന്ന് പറയുന്ന സമയം എപ്പോഴാണോ അതുവരെ നമ്മുടെ പ്രവൃത്തി മേഖലയാണ്. നമുക്ക് ഒരു നിമിഷവും ഓടാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഒരു ബ്രേക്കിംഗ് ടൈമോ അങ്ങനെ ഒന്നുമില്ല. സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു ദിവസം പാക്കപ്പ് പറഞ്ഞാൽ പോലും നമ്മുടെ വർക്ക് കഴിയുന്നില്ല. നമ്മുടെ വർക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് വരുന്നതോ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ഇപ്പോൾ എറണാകുളത്താണ് വർക്ക്, ട്രിവാൻഡ്രത്ത് അടുത്ത് വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവിടണം. പക്ഷേ അങ്ങനെ വില്ലിംഗ് ആയി തന്നെയാണ് നമ്മുടെ ഡ്രൈവേഴ്സ് ഫുള്ളായിട്ട് വരുന്നതും. അതാണ് ബാക്കിയുള്ള മേഖലയിൽ നിന്നും നമ്മൾ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് 6:30 ആകുമ്പോഴാണ് ലൊക്കേഷൻ വരണമെങ്കിൽ നമ്മൾ 5 മണിയാകുമ്പോൾ ചായ നമുക്ക് തരും. 5 മണി ചായ നമ്മൾ ഫ്രഷായി രാവിലെ 6 മണിയാകുമ്പോൾ വണ്ടി റൂമിൻ്റെ താഴത്ത് വരണം. ഇത് കഴിഞ്ഞ് പിക്ക് ചെയ്ത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കൊണ്ടുവരണം. എങ്ങനെയാണ് നിങ്ങളുടെ വേതന വ്യവസ്ഥ? എങ്ങനെയാണ്? രാവിലെ മുതൽ രാത്രി 9 മണി വരെ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് 400 രൂപയും, അത് കഴിഞ്ഞിട്ട് 9 മണി തൊട്ട് രാത്രി 2 മണി വരെ വർക്ക് ചെയ്യുന്നതിന് 200 രൂപയും, അത് കഴിഞ്ഞ് വെളുക്കുന്നവരെ രാവിലെ പിറ്റേ സമയം 6 മണി വരെ നമുക്ക് 200 രൂപ. അങ്ങനെയാണ് നമ്മുടെ ശമ്പള വ്യവസ്ഥ. അതിപ്പോൾ ഈ ഫെഫ്കയായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഈ നൈറ്റ് വന്നത്. ഒരു 6 മാസത്തിന് മുൻപ് വരെ 24 മണിക്കൂറൊക്കെയും നമുക്ക് 400 രൂപയായിരുന്നു. അപ്പോൾ നൈറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അത് ഫെഫ്ക പ്രൊഡ്യൂസർ അസോസിയേഷനോട് സംസാരിച്ച് അവർക്കത് കൺവിൻസ് ആയിട്ടാണ് നമുക്ക് ഈ നൈറ്റ് എത്താന്നുള്ള. പല റെസ്പോൺസിബിലിറ്റീസും ഡ്രൈവേഴ്സ് നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സിനുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വെറും ഡ്രൈവേഴ്സ് മാത്രമല്ല അവർ. ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഒരു ജൂനിയർ മാനേജേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതെ തീർച്ചയായിട്ടും അതാണ് ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കാൻ ബുക്ക് കഴിഞ്ഞാൽ പുറത്തിരിക്കില്ല, നമ്മളവിടെ ചെന്നിട്ട് അവർ വിളിച്ച് വണ്ടി കൊണ്ടുവന്ന ആ ഒരു ഡ്യൂട്ടിയാണ് കൃത്യമായിട്ട് ഒരു മാനേജർ ചെയ്യുന്ന ഒരു വർക്കാണ്. അത് ഈ സംഘടന വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഇതായി വരും. നേരത്തെയൊക്കെ ഒരു മാനേജർ, പഴയ കാലങ്ങളിലൊക്കെ ഒരു മാനേജർ കൂടെ വരും, നമ്മളവിടെ പോയാൽ മതി. പക്ഷേ ഇപ്പോൾ സംഘടനയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി, സംഘടനയോടുള്ള ഒരു വിശ്വാസം അവർക്കും ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഡ്രൈവർമാരെ തനിയെ വിടാറുണ്ട്, നമ്മൾ പോയി അതെല്ലാം കറക്റ്റ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഈ ഷൂട്ടിംഗ് മേഖലയിലായിരുന്നാലും ക്യാമറ വയ്ക്കുന്ന വണ്ടിയുണ്ട്, കോടിക്കണക്കിന് വില വരുന്ന ക്യാമറ നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിരിക്കുമ്പോൾ അത്രയും റെസ്പോൺസ് നമുക്കുണ്ട്. ഈ ഇത് തുടങ്ങുമ്പോഴുള്ള കോസ്റ്റ്യൂം, മേക്കപ്പ്, അപ്പോൾ എല്ലാ സാധനങ്ങളും ചില ഓപ്പൺ സ്ഥലങ്ങളിലെല്ലാം വണ്ടിക്കകത്തായിരിക്കും ഫുൾ സാധനം. അപ്പോൾ അത്രയും കാവൽ നിൽക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയും കൂടെ നമുക്കുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമാ മേഖലയിലുള്ള ഡ്രൈവേഴ്സിന്, എനിക്ക് പഴയ കാലം തൊട്ടിട്ടുള്ള പല ആൾക്കാരെയും അറിയാം. ഇപ്പോൾ മദ്രാസിൽ ചെന്നാൽ അവിടെ ജോണേട്ടനുണ്ട്, രവിയേട്ടനുണ്ട്. അപ്പം അവരൊന്നും
ഡ്രൈവേഴ്സ് എന്നുള്ള രീതിയിലല്ല നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ 22 വർഷമായിട്ടും അന്ന് ആദ്യം കാണുന്ന അതേപോലെ അതേ സ്നേഹത്തോടെ ആണ് പെരുമാറിയിട്ടുള്ളത്. അപ്പം സിനിമയിൽ ഡ്രൈവേഴ്സായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ സ്വഭാവശുദ്ധിയും പെരുമാറ്റ മര്യാദകളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത പടത്തിലോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ എങ്ങനെ അവരെ പെരുമാറുന്നുള്ളത്. പിന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയ ഡ്രൈവേഴ്സ് ആണ് എന്നുള്ളൊരു വേർതിരിവൊന്നും നമുക്ക് അവിടെ ഇല്ല. അവിടെ ഒരു ടീമാണ്. ആ ടീമിനകത്തുള്ള ഒരു അംഗമാണ് ഞങ്ങൾ. ഡ്രൈവറായാലും ഡയറക്ടറായാലും ആ സിനിമയ്ക്ക് രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ സിനിമയിൽ വിജയം. തീർച്ചയായും സാർ പറഞ്ഞ പോലെ ഒരുപാട് പഴയ കാലത്ത്, അതായത് നസീർ സാറ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡ്രൈവേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് നിങ്ങൾ ഈ ഡ്രൈവേഴ്സിന്, നിങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സിന് സ്റ്റഡി ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്? മെയ് 1 ഒരു ജനറൽ ബോഡി വിളിക്കാറുണ്ട്. അന്ന് നമ്മൾ ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള ഉണ്ണികൃഷ്ണൻ സാർ അങ്ങനെയുള്ളവരൊക്കെ വിളിച്ചിട്ട് ഒരു ക്ലാസ് പോലെ അല്ലെങ്കിൽ ഇതുപോലെ പറയാറുണ്ട്. പക്ഷെ ഇതിൽ ഈ ചില മെമ്പർമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വളരെ അപൂർവമാണ്. അത് വരുന്നതെന്ന് വെച്ചാൽ സിനിമ എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ കയറി പറ്റണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സിനിമ അങ്ങനെ ഒരു മോഹമായിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അത് കാരണം ഒരു ആരോഗ്യമായിട്ട് സമീപിക്കാൻ പറയാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ ഡ്രൈവറായിട്ട് ആദ്യം പോകും. അവിടെ ചെന്നതിന് ശേഷം നിനക്ക് പിന്നെ ഓരോരുത്തരെ പരിചയപ്പെട്ട് മുകളിലോട്ട് കയറാമെന്ന് ചോദിക്കും. അപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വരുന്നതാണ്. പല റെക്കമെൻഡേഷൻ വിളിച്ച് പറയും, നമ്മൾ വിളിച്ചിട്ട് പറയും ഒരു മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സിനിമയെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേര്, ചിലപ്പോൾ അങ്ങനെ വരുന്നതിൽ ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് വരാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നടപടി എടുക്കും. യൂണിയനായിട്ട് അപ്പോൾ തന്നെ കമ്മിറ്റി വിളിച്ച് കൂട്ടി അത് വിശദീകരണം ചോദിക്കും. വിശദീകരണം അത് അന്വേഷിച്ചതിന് ശേഷം അത് ശരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി എടുക്കും. അത് എത്ര മാസമാണ് പുറത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ യൂണിയന് വേണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ അന്തിമമായിട്ടും വരുമ്പോൾ ഒരു മെമ്പറെ പുറത്താക്കുക അങ്ങനെ വല്ല ആണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ആലോചിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അല്ലാതെ അച്ചടക്കം നടപടി 2 മാസം 3 മാസം 1 മാസമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആർക്കും പരാതിയോ ഒന്നുമില്ല. യൂണിയൻ ഒറ്റക്കെട്ടായിട്ട് തന്നെ പോവുകയാണ്.